ചിത്തിരക്കുള്ളൻ. പണ്ടൊരിടത്ത് ഒരു ദരിദ്രനായ തൊഴിലാളി ഉണ്ടായിരുന്നു. അവന് സുന്ദരിയായ ഒരു മകളും ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം രാജസഭയിൽ ചെന്ന് തന്റെ മകൾക്ക് വൈക്കോലിനെ സ്വർണമാക്കാനുള്ള കൗശലവിദ്യ അറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും രാജാവ് തന്റെ മകളെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് ആജ്ഞാപിച്ചു. ഈ വൈക്കോൽ മുഴുവൻ നീ ഇന്ന് വെളുക്കുന്നതിന് മുൻപ് തന്നെ സ്വർണമായിട്ട് മാറ്റിയിരിക്കണം, ഇല്ലെങ്കിൽ നീ മരിക്കുക തന്നെ ചെയ്യും. തൊഴിലാളിയുടെ മകളെ ഒരു മുറിയിൽ തനിച്ചാക്കി പൂട്ടിയിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരുപാട് കരഞ്ഞു. പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട ചിത്തിരക്കുള്ളൻ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ തന്റെ കഥ അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ടതും നീ പേടിക്കണ്ട കുട്ടി, ഈ വൈക്കോലൊക്കെ ഞാൻ സ്വർണമാക്കി മാറ്റിത്തരാം. എന്നാൽ അതിന് പകരമായിട്ട് നീ എനിക്ക് എന്താണ് തരിക? ഞാൻ എന്റെ ഈ മാല തരാം എന്നവൾ അവന് വാക്കുകൊടുത്തു. ആ ചിത്തിരക്കുള്ളൻ അവിടെ ഉണ്ടായിരുന്ന വൈക്കോല് മുഴുവൻ സ്വർണമാക്കി മാറ്റി. അടുത്ത ദിവസം അവിടേക്ക് വന്ന് നോക്കിയ രാജാവിന് സന്തോഷവും ആകാംക്ഷയും തോന്നി. അതോടെ അത്യാഗ്രഹിയായി മാറി. അവൻ ആ പെൺകുട്ടിയെ ഒരു വലിയ മുറിയിൽ പൂട്ടിയിട്ടു. ഈ വൈക്കോലുകളും നീ സ്വർണമാക്കി മാറ്റണം, ഇല്ലെങ്കിൽ വീണ്ടും അവളെ മുറിയിൽ അടച്ചിട്ടു. അതുകൊണ്ട് അവൾ വല്ലാതെ കരയാൻ തുടങ്ങി. വീണ്ടും അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ചിത്തിരക്കുള്ളൻ ഞാൻ ഈ വൈക്കോലുകളെയും സ്വർണമാക്കി മാറ്റാം. എന്നാൽ ഇപ്രാവശ്യം നീ എനിക്ക് എന്ത് സമ്മാനം തരും? അവൾ തന്റെ സ്വർണമോതിരത്തെ അവന് കൊടുത്തു. ആ ചിത്തിരക്കുള്ളൻ മുഴുവൻ വൈക്കോലും സ്വർണമാക്കി മാറ്റി. മൂന്നാം ദിവസം രാവിലെ അവിടേക്ക് വന്ന രാജാവ് മുറി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നത് കണ്ട് വല്ലാതെ സന്തോഷിച്ചു. ഇപ്രാവശ്യം അതിനേക്കാളും വലിയൊരു മുറിയിൽ അവളെ അദ്ദേഹം പൂട്ടിയിട്ടു. നീ ഈ വൈക്കോലുകൾ സ്വർണമാക്കി മാറ്റുകയാണെങ്കിൽ നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കാം. ഇത് നീ അലക്ഷ്യപ്പെടുത്തി കളയരുത്. ആ പെൺകുട്ടിയെ ഒരിക്കൽ കൂടി അവർ അടച്ചിട്ടു. അതുകൊണ്ട് വീണ്ടും അവൾ കരയാൻ തുടങ്ങി. ഇപ്രാവശ്യവും ചിത്തിരക്കുള്ളൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷനായി. അവനോട് ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു. അങ്ങുന്നേ, നിങ്ങൾക്ക് സമ്മാനമായി തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എന്താണ് ചെയ്യുക? ഇത് കേട്ടതും അവൻ എനിക്ക് ഒരു സത്യം ചെയ്തു തരണം. നീ റാണിയായതിനു ശേഷം നിനക്ക് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിനെ എനിക്ക് തരണം. സമ്മതമാണോ? ആ പെൺകുട്ടി അതിന് സമ്മതം അറിയിച്ചു. ആ ചിത്തിരക്കുള്ളൻ അവിടെ ഉണ്ടായിരുന്ന വൈക്കോല് മുഴുവനും അന്ന് രാത്രി തന്നെ സ്വർണമാക്കി മാറ്റി. അടുത്ത ദിവസം അവിടേക്ക് വന്ന രാജാവ് ഭ്രമിച്ചുപോയി. പറഞ്ഞ പ്രകാരം തന്നെ ആ പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവർക്കൊരു കുട്ടിയും ജനിച്ചു. ചിത്തിരക്കുള്ളൻ റാണിയുടെ കുട്ടിയെ എടുത്തോണ്ടു പോകാനായി അവിടേക്ക് വന്നു. എന്നാൽ റാണി അവന് കൊടുത്ത വാക്ക് പാടെ മറന്നു. അവൾ അവനോട് തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകരുതെന്ന് കരഞ്ഞ് കേണപേക്ഷിച്ചു. എന്നാൽ ആ ചിത്തിരക്കുള്ളനോ, ശരി, നീ എന്റെ പേര് ശരിക്കും ആലോചിച്ച് പറയണം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകില്ല. എന്നാൽ അതിന് 3 ദിവസത്തെ അവകാശമേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അപ്രതീക്ഷിതനായി. റാണി എല്ലാ പേരുകളും ഓർമ്മയിൽ കൊണ്ടുവന്നു. അടുത്ത ദിവസം രാത്രി അവൻ വന്നതും അവൾ അവനോട് തനിക്കറിയാവുന്ന എല്ലാ പേരുകളും അവൾ അവനോട് പറഞ്ഞു. നിങ്ങളുടെ പേര് തീമോത്തിയോ, ബെഞ്ചമിൻ, അല്ലെങ്കിൽ എരേമിയ? എന്നാൽ ആ ചിത്തിരക്കുള്ളൻ നീ പറഞ്ഞ ഒരു പേരും എന്റേതല്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അവൾ സേവകരെ നാനാ ദിശയിലേക്ക് അയച്ചു. ജനങ്ങൾക്ക് വയ്ക്കുന്ന പല വിധത്തിലുള്ള പേരുകൾ അവൾ മനസ്സിലാക്കി. അന്ന് രാത്രി ചിത്തിരക്കുള്ളൻ വീണ്ടും വന്നു. എന്നാലും റാണിയെക്കൊണ്ട് അവന്റെ യഥാർത്ഥ പേര് ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം റാണിയുടെ സേവകൻ എങ്ങനെയെങ്കിലും ആ ചിത്തിരക്കുള്ളനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് കാട്ടിലേക്ക് വന്നു. ഘോര വനത്തിന് നടുവിൽ ആ ചിത്തിരക്കുള്ളൻ വളരെ സന്തോഷത്തോടുകൂടി തീയുടെ മുന്നിലിരുന്ന് ആടിപ്പാടുന്നത് അദ്ദേഹം കണ്ടു. ഇന്ന് കുഞ്ഞ് റാണിയുടെ കയ്യിൽ, നാളെ കുഞ്ഞ് എന്റെ കയ്യിൽ. ഞാൻ പോയി കുഞ്ഞിനെ കൊണ്ടുവരുമല്ലോ. ഇത് വേറെ ആർക്കും അറിയില്ലല്ലോ. റംപെസ്റ്റൽ കിങ് എന്നതാണ് എന്റെ പേര്. ആ ജോലിക്കാരി ചെന്ന് രാജ്ഞിയോട് ആ ചിത്തിരക്കുള്ളന്റെ യഥാർത്ഥ പേര് പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രി ചിത്തിരക്കുള്ളന്റെ വരവിനായിട്ട് റാണി കാത്തുകൊണ്ടേയിരുന്നു. ചിത്തിരക്കുള്ളൻ അവളോട് പന്തയം വെച്ചു. നീയായിട്ട് തന്നെ തരുന്നോ
അതോ ഞാൻ തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകണമോ? അതിന് റാണി ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. നിങ്ങളുടെ പേര് ഹാരിസ് അല്ലെങ്കിൽ കോൺറാഡ്? ഒരു പക്ഷെ നിങ്ങളുടെ പേര് റംപസ്റ്റൽ. അവന്റെ പേര് കേട്ട ഉടൻ തന്നെ ചിത്തിരക്കുള്ളൻ സ്തംഭിതനായി. എങ്ങനെയാണ് നീ എന്റെ പേര് മനസ്സിലാക്കിയത്? ഇത് കേട്ടതും അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഘോര വനത്തിനകത്ത് പോയ അവനെ ഇതുവരെ ആരും തന്നെ കണ്ടിട്ടേയില്ല. വാവ്, നന്നായിട്ടുണ്ടല്ലേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ കുട്ടീസ്.